ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യനെ ഇന്ന് രാവിലെ 8 മണിക്ക് പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തു. സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒന്നിച്ചുള്ള ഫോട്ടോ അത് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചതിൽ കലാപാഹ്വാനം നടത്തിയതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. ഈ കാണുന്നതാണ് കേസിലെ FIR. കേസെടുത്തിരിക്കുന്നത് കോഴിക്കോട് ചേവായൂർ പോലീസാണ്. മഹേഷ് ടി ആണ് പരാതിക്കാരൻ. ചുമത്തിയിരിക്കുന്നത് BNS, അതായത് ഭാരതീയ ന്യായ സംഹിതയിലെ 192 വകുപ്പാണ്. എന്താണ് BNS 192? കലാപമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെയുള്ള പ്രവൃത്തി. ജാമ്യം കിട്ടാവുന്ന വകുപ്പാണ്. എന്തിനായിരിക്കും കേരള പോലീസ് ജാമ്യം കിട്ടാവുന്ന ഒരു വകുപ്പിൽ സുബ്രഹ്മണ്യത്തെ വീട്ടിൽ പോയി കസ്റ്റഡിയിലെടുത്തത്? നോട്ടീസ് കൊടുത്താൽ പോലീസ് സ്റ്റേഷനിലേക്ക് വരാത്ത പിടികിട്ടാ പുള്ളിയാണോ എൻ സുബ്രഹ്മണ്യൻ? എന്തിനാണ് പോലീസ് സ്റ്റേഷന് മുന്നിൽ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് വീണ്ടും പാടാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു അവസരം ഉണ്ടാക്കി നൽകിയത്? വിവാദത്തിലെ നടപടി രാഷ്ട്രീയ ആയുധമാക്കി കഴിഞ്ഞു കോൺഗ്രസ്. ഏകാധിപതിയായ മുഖ്യമന്ത്രിയെ പേടിയില്ല എന്നും ഇനി എല്ലാവരും ചിത്രം പങ്കുവെക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിങ്ങൾ ഏകാധിപതി ചമഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും ഒരു പേടിയില്ല. ഞങ്ങളെല്ലാം നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും വീട്ടിൽ വന്നിട്ട്. എന്തൊരു നാണക്കേടാണ് കേരളത്തിന്. നിങ്ങളെപ്പോലെ ഒരു മുഖ്യമന്ത്രി, ഈ പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രി, ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരണം നടത്തിയതിന് ഒരു മുതിർന്ന നേതാവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ നിങ്ങൾ അപമാനമാണ് കേരളത്തിൽ. മിസ്റ്റർ പിണറായി വിജയൻ, അപമാനമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിന്റെ രണ്ടാമത്തെ സെൽഫ് ഗോളാണിത്. ആദ്യത്തേത് പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടിനെതിരെ എടുത്ത കേസ്. ഒടുവിൽ എന്തുണ്ടായി? പാട്ട് കേൾക്കാത്തവർ വരെ ആ പാട്ട് കേട്ടു. ഇപ്പോൾ കേസുമില്ല, കൂട്ടുമില്ല. സുബ്രഹ്മണ്യൻ എന്ന നേതാവിന് ഇത്രയധികം രാഷ്ട്രീയ മൈലേജ് ഉണ്ടാക്കി കൊടുത്തതിന്റെ മുഴുവൻ ക്രെഡിറ്റും അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്വന്തം. രാഹുൽ മാങ്കൂട്ടത്തിന് പകരം യൂത്ത് കോൺഗ്രസിന്റെ പുതിയൊരു അധ്യക്ഷൻ വന്നിരുന്നു. അതിനുശേഷം നിങ്ങളുടെ ഓർമ്മയിൽ ഏതെങ്കിലും ഒരു സമരം യൂത്ത് കോൺഗ്രസ് നടത്തിയതായിട്ടുണ്ടോ? ഉണ്ടാകില്ല. പക്ഷെ ഇന്ന് നോക്കൂ, യൂത്ത് കോൺഗ്രസ് എത്ര നേരമാണ് ആ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നതെന്ന്.